മൻമോഹൻ സിംഗ് പറഞ്ഞ മറുപടിയിൽ ചൂളിപ്പോയ LK അദ്വാനി. മിതഭാഷിയായ മൻമോഹൻ സിംഗ് ആരുമായും വാഗ്വാദം നടത്തിയതായി കേട്ടിട്ടില്ല. പലപ്പോഴും തന്നെ പരിഹസിച്ച LK അദ്വാനിയുമായി ഒഴികെ 2008 പാർലമെന്റ് പ്രസംഗത്തിൽ ഏറ്റവും ദുർബലനായ പ്രധാനമന്ത്രി, നിർഗുണനായ പ്രധാനമന്ത്രി എന്നും മറ്റും പല തവണ അദ്വാനി പരാമർശിച്ചത് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചു. മറുപടി പ്രസംഗത്തിൽ ശബ്ദമുയർത്താതെ തന്നെ പറഞ്ഞു. പ്രധാനമന്ത്രിയാകാൻ പലതവണ ശ്രമിച്ചു പരാജയപ്പെട്ട അദ്വാനിയുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകാം. 3 തവണ ഈ സർക്കാരിനെ മറിച്ചിടാൻ ശ്രമിച്ചു. 3 തവണയും ജ്യോത്സ്യന്മാർ അദ്ദേഹത്തെ വഴിതെറ്റിക്കുകയായിരുന്നു. ഈ വയസ്സാങ്കാലത്ത് ഇനി അദ്ദേഹത്തിന്റെ ചിന്താഗതി മാറുമെന്ന് ഞാൻ കരുതുന്നില്ല. അതിനാൽ ഒരു അഭ്യർത്ഥനയുണ്ട്, സ്വന്തം ജ്യോത്സ്യന്മാരെ മാറ്റുക. 2ാം ഭരണകാലത്തിന്റെ അവസാന ഘട്ടത്തിലും മൻമോഹൻ സിംഗ് അദ്വാനിയുമായി കൊമ്പ് കോർത്തു. ഒരു മതേതര പ്രതിച്ഛായയ്ക്ക് ശ്രമിക്കുകയായിരുന്നു അദ്വാനി. ബാബരി മസ്ജിദ് തകർക്കുന്നത് കണ്ടപ്പോൾ ഞാൻ കരഞ്ഞുപോയി എന്നൊരിക്കൽ അദ്വാനി പറഞ്ഞു. വീണ്ടും തന്നെ ദുർബലനായ പ്രധാനമന്ത്രി എന്ന് അദ്വാനി വിളിച്ചതിന് മറുപടിയായി സിംഗ് പറഞ്ഞു, ഞാൻ ദുർബലനായിരിക്കാം, പക്ഷേ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ആരാധനാലയം ഒരുപറ്റം തെമ്മാടികൾ തകർക്കുന്നത് കണ്ടിട്ട് മൂലയിലിരുന്ന് കരയാൻ മാത്രം കൊള്ളരാത്തവനല്ല ഞാൻ എന്ന്.